ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ? നോമ്പും പിന്നെ വിഷുവും എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് തന്നെയല്ലേ. ഇനിയിപ്പോൾ അതാ പെരുന്നാളൊക്കെ ആവാനായല്ലോ. എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ കഴിയാനായത്. അങ്ങനെ ഞാനും ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ തിരക്കൊക്കെ ആയി. അങ്ങനെ ഇപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സ്നാക്ക് ചിക്കൻ റോളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പണിയിലേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റോളാണ് കേട്ടോ ഇത് മൈദ അത്യാവശ്യം ലൂസിലൊന്ന് കലക്കിയെടുത്തിട്ട് ദോശ ചുട്ടെടുക്കാൻ വേണ്ട. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ടൈമിൽ തന്നെ ഇത് പെട്ടെന്ന് എടുത്തിട്ട് റോൾ ചെയ്താൽ മതി. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫില്ലിങ് ഞാൻ സമൂസേൻ്റെ ഫില്ലിങ് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നോമ്പ് തുറക്കാൻ ടൈം ആകുമ്പോൾ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുബൂസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുബൂസിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് കുഴച്ച് വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാലിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കുഴച്ചാൽ നല്ലതാണ്. ഇതിപ്പോൾ ഞാനിനി കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇനി നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കുബൂസൊക്കെ റെഡിയാക്കി എടുക്കുള്ളൂ. ഇന്നിനിപ്പോൾ വത്തക്കൻ്റെ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കട്ടപ്പാലുണ്ടേനും അപ്പം അതും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ അതിൻ്റെ ഇടയിൽ ഓരോന്നും വന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ ചിക്കൻ റോളൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പാകം കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം. എല്ലാം ആ കറക്റ്റിന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഒരു തിക്കും തിരക്കും ആയിട്ടായിരിക്കും ഇട്ടുണ്ടാവുക ആ നോമ്പ് തുറക്കുന്ന ടൈമിൽ. ഇപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങി, ബാഗൊക്കെ കൊടുത്ത്. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാവധാനമേ ഉള്ളൂ കേട്ടോ കിച്ചണിലൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ കുബൂസിന് വേണ്ടിയിട്ടുള്ള ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കറി ഞാൻ പിന്നെ നേരത്തെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുബൂസിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉള്ളിയും പിന്നെ ക്യാരറ്റും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉള്ളിയാണ്. അപ്പോൾ അതുപോലെ നല്ല ചെറുതായിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനെഗറും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മയണൈസും പിന്നെ സോസും ചേർത്ത് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടേനും ആ ചിക്കനും കൂടി പീസാക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുബൂസ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കുന്നത് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള കുബൂസാണ്. അപ്പോൾ ഇതുപോലെ നല്ല വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് ഈ ഒരു തിക്നെസ് വേണം. അത് എന്തെങ്കിലും ചെറിയ മൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ടിത് നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുമല്ലോ അതുപോലെ അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പകുതി ഭാഗം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുത്താൽ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ചിപ്പോൾ ഞാൻ ഈ രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. സമൂസക്ക് നമ്മൾ കട്ട് ചെയ്യും പോലെ ആ രീതിയിലും കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും പെരുന്നാളിനും വിഷുവിനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കില്ലേ. പിന്നെ ബാക്കിയുള്ള കുബൂസൊക്കെ ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇവിടെ മക്കൾ തിരക്കാക്കുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ട് ഷൂവ് പിന്നെ വാച്ച് ഇങ്ങനത്തെ ഒക്കെ വാങ്ങാനുള്ള ആ ഒരു ഉത്സാഹം കൊണ്ടാണ് തിരക്കാക്കുന്നത്.
പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശരിക്കും വാങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്